ഞാൻ ഇവിടെ നിൽക്കാം. ജയേച്ചി പോയിട്ട് വായോ, ഗാഥ പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ ഇങ്ങോട്ട് വാ പെണ്ണേ. അവിടെ ആരും നിന്നെ പിടിച്ചു വിഴുങ്ങുവനുമില്ല. ജയേച്ചി അവളുടെ കയ്യിൽ പിടിച്ചു മുന്നോട്ട് നടന്നു. ഗാഥയുടെ അച്ഛന്റെ അമ്മാവന്റെ മകൻ ശേഖരന്റെ ഭാര്യയാണ് ജയ. അടുത്ത് ഒരു കടയിൽ ജോലിയുണ്ട്, കൂടെ കുറച്ച് ബ്രോക്കർ പണിയും. ഗാഥയുടെ കൂടെ ആശുപത്രിയിൽ പോയിട്ട് വരുന്ന വഴിയാണ്. വീടിന്റെ മുറ്റത്ത് എത്തിയപ്പോഴേ ഒരു കല്യാണത്തിനുള്ള ആളുകളുണ്ട്. ഗാഥയ്ക്ക് മടിയായി, പൊതുവെ കുറച്ചു അപകർഷതാ ബോധം കൂടിയുണ്ട്. അവൾ ജയയുടെ പുറകിലേക്ക് ഒതുങ്ങി നിന്നു. ആ ജയ കേറിവ, ആഹാ ഗാഥയും കൂടിയുണ്ടല്ലോ. എവിടെ പോയതാ രണ്ടാളും കൂടി? പരിചയമുള്ള ശബ്ദം കേട്ട് തലതാഴ്ത്തി നിന്ന ഗാഥ മുന്നോട്ട് നോക്കി. സുരേഖ ചേച്ചിയും കൂടെ മകൾ മനിയയും. ഓ, ഇനിയിപ്പോ തുടങ്ങും പുരാണം പറച്ചിൽ. ഈ ജയേച്ചിയോട് പറഞ്ഞതാണ് തന്നെ പോയാൽ മതിയെന്ന്. വെറുതെ അല്ല, ആശുപത്രിയിൽ പോയതാണെന്ന് പറയണ്ടെന്ന് ജയേച്ചി പറഞ്ഞത് ഒന്നിനെ ഇരട്ടിയാക്കി പറഞ്ഞ് മാറാരോഗം വരുത്തി കളയും അജ്ജാതി സാധനമാണ്. ഇത് ഇവരുടെ തറവാടായിരുന്നു. എങ്ങനെ ഇവിടെ നിന്നും രക്ഷപ്പെടും ദൈവമേ? ഇവിടുന്ന് 1 കിലോമീറ്റർ ഇനിയും നടക്കണം വീട്ടിലേക്ക്. ഗാഥ മനസ്സിൽ പ്രാർത്ഥിച്ചു. ഞങ്ങളൊന്ന് എറണാകുളം വരെ പോയി. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഗാഥയ്ക്ക് ഇന്ന് ജോലിയില്ലല്ലോ, മേദിനമല്ലേ, അപ്പോ ഞാൻ കൂട്ടിന് കൊണ്ടുപോയതാണ്, ജയേച്ചി പറഞ്ഞു. എന്തായി കാര്യങ്ങൾ? ഉറപ്പിച്ചോ? ജയ ചോദിച്ചു. മനിയുടെ കല്യാണം കാര്യമാണ്. ഇന്ന് ചെറുക്കൻ വീട്ടുകാർ വീട് കാണാൻ വരുന്ന ദിവസമായിരുന്നു. സുരേഖയും ഭർത്താവും ഒറ്റ മോളായ മനിയയും ഗാഥയുടെ വീടിന് അടുത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. അത് ചെറിയ വീടായതുകൊണ്ട് ചടങ്ങ് അവരുടെ തറവാട്ടിൽ വച്ചാണ് നടത്തുന്നത്. ജയയുടെ അമ്മാവന്റെ മകൻ സുജേഷാണ് വരൻ. അവർക്ക് വാടക വീടാണെങ്കിൽ ഇഷ്ടമായില്ലെങ്കിലോ എന്ന്. എന്താ ആളുകളുടെ ഓരോരോ നിർബന്ധങ്ങൾ. പെണ്ണിനെ കെട്ടിക്കൊണ്ടു പോയാൽ പോരെ, വീടൊക്കെ നോക്കണോ? ഗാഥ ചിന്തിച്ചു. അടുത്ത ചിങ്ങത്തിൽ നടത്താൻ തീരുമാനിച്ചു ജയെ. അവർക്ക് ഒരുങ്ങാൻ സമയം വേണമെന്ന്. സുജേഷിന്റെ പെങ്ങൾ സുചിത്രയുടെ ഡേറ്റ് ആവാറായില്ലേ? ഇനിയിപ്പോ കുഞ്ഞിന്റെ നൂലുകെട്ട് കഴിഞ്ഞാണെങ്കിൽ സുചിത്രയ്ക്കും കൂടല്ലോ കല്യാണം. അത് ശരിയാണ്, ഇല്ലെങ്കിൽ കുഞ്ഞിന്റെ അടുത്ത ആള് വേണ്ടേ? സുരേഖ പറഞ്ഞത് ജയ ശരിവച്ചു. ദേ, ഇത് വല്യമ്മയാണ്. ആ മഞ്ഞ ടീഷർട്ട് ഇട്ടതാണ് മകൻ. ദുബായിൽ എഞ്ചിനീയർ ആണ്. ഇപ്പോ 2 മാസത്തെ അവധിക്ക് വന്നതാണ്. ആരെയൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ജയേച്ചിക്ക്. അടുത്ത കല്യാണ പരിപാടി ആയിരിക്കും. ഗാഥ ഒരു നോട്ടം നോക്കി അപ്പുറത്തെ വീട്ടിലെ കാഴ്ചകൾ കണ്ട്